ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പുടിൻ പറഞ്ഞ കാര്യങ്ങൾ രണ്ട് രീതിയിലാണ് കേട്ടോ എല്ലാവരും അതിനെ കാണുന്നത്. ഒന്ന്, പുടിന് ആ വിഷയത്തിൽ വലിയ താല്പര്യമില്ല. രണ്ട്, പുടിൻ എന്തോ അലാസ്കയുടെ പേര് പറഞ്ഞ് അമേരിക്കയെ ബ്ലാക്ക്മെയിൽ ചെയ്തു എന്ന രീതിയിൽ കുറെ പേര് കാണുന്നുണ്ട്. എന്നാൽ ഇതിന് രണ്ടിനുമിടയിൽ മറ്റൊരു കാര്യമാണ് ശരിക്കും പുടിൻ ഇവിടെ ചെയ്യുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവും. അതായത് അലാസ്കയുടെ പേര് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പുടിന് ഈ ഒരു ഗ്രീൻലാൻഡിന്റെ വിഷയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും പുടിൻ ഇന്നലെ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ അതിന്റെ രത്ന ചുരുക്കം, അതായത് ഗ്രീൻലാൻഡ് വിഷയം അത് അവർ തമ്മിലായിക്കോട്ടെ, അത് ഡെൻമാർക്കും അമേരിക്കയും തമ്മിലുള്ള വിഷയമാണ്, അതിൽ റഷ്യക്ക് വേറെ താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ റഷ്യ അമേരിക്കയ്ക്ക് നമ്മുടെ അലാസ്ക 1867 വിൽപ്പന നടത്തിയിട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ $7.2 മില്യൺ ഒരു ഡീലായിരുന്നു അത്. 1867 നമ്മൾ അലാസ്ക $7.2 മില്യൺ അമേരിക്കയ്ക്ക് വിറ്റത്. ഇന്ന് ഏകദേശം അതൊരു $158 മില്യൺ മൂല്യം വരും. ആ ഒരു കാര്യം ഇന്ന് നമ്മൾ ഡീല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അലാസ്കയുടെ വലിപ്പം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 1.7 മില്യൺ സ്ക്വയർ കിലോമീറ്റർ വരും. ഇപ്പൊ നമ്മൾ ഗ്രീൻലാൻഡിന്റെ കാര്യം എടുത്താൽ ഏകദേശം 2.1 മില്യൺ സ്ക്വയർ കിലോമീറ്ററിന്റെ ഒരു വലിപ്പമാണ് ഗ്രീൻലാൻഡിനുള്ളത്. അലാസ്കയേക്കാൾ കുറച്ച് വലുതാണ്. ഇന്നത്തെ ഒരു മാർക്കറ്റ് വിലയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 200 മുതൽ 250 മില്യൺ ഒരു വിലയാണ് ഗ്രീൻലാൻഡിന് വരുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതൊരു പരമാവധി $1 ബില്യൺ വരെയൊക്കെ പോവാം. അല്ല, അമേരിക്കയ്ക്ക് അത് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ ഡെൻമാർക്കും അമേരിക്കയും തമ്മിൽ ഇതിന് മുന്നേയും ഇങ്ങനെയുള്ള കച്ചവടം ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. 1917 തോന്നുന്നു ഡെൻമാർക്കിന്റെ ഒരു ഡാനിഷ് വിർജിൻ ഐലൻഡ് അമേരിക്ക വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കച്ചവടം ചെയ്തുള്ള ഒരു പരിചയം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് അവർക്ക് തമ്മിൽ തീരുമാനിക്കാവുന്ന ഒരു വിഷയമാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് വേറെ താല്പര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മുടെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം ഗ്രീൻലാൻഡുമായി ബന്ധപ്പെട്ട്. ഇവിടെ അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, അമേരിക്കയുമായിട്ട് സ്ഥല കച്ചവടം ചെയ്ത എക്സ്പീരിയൻസ് നമുക്കുണ്ട്. നമ്മൾ അലാസ്ക അവർക്ക് 1867 വിറ്റതാണ്. അപ്പൊ അന്നത്തെ കൊടുത്ത റേറ്റും ഇന്നത്തെ ഡോളറിന്റെ മൂല്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് അതൊരു $158 മില്യൺ വില അതിന് വരും. അതായത് ഇവിടെ ശരിക്കും പുടിൻ ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഈ ഗ്രീൻലാൻഡിന്റെ വില പറഞ്ഞു കൊടുക്കുകയാണ്. ഒപ്പം അലാസ്കയ്ക്ക് ഇപ്പോ ഉള്ളൊരു വിലയും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ കൂടി. അവിടെയാണ് കുറച്ച് പേര് അലാസ്കയെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അത് ഒരു പരിധിവരെ ശരിയാണ് കേട്ടോ. പക്ഷെ അത് മാത്രമല്ല ഇവിടെ പുടിന്റെ ലക്ഷ്യം. ഇവിടെ പുടിൻ രണ്ട് കാര്യം ചെയ്തു. ഒന്ന്, അലാസ്കയുടെ ഇപ്പോഴത്തെ വില പറഞ്ഞു. അന്ന് ഇവര് വിൽക്കുന്ന സമയത്ത് 7.2 ആണ്, ഇന്ന് 158 മില്യന്റെ വില വരും. വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ കൊടുത്തോ, ഞങ്ങളത് വാങ്ങിച്ചു കൊള്ളാം എന്ന ഒരു ധ്വനി അതിലെവിടെയോ ഒളിഞ്ഞിരിക്കുന്നു എന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ച തെറ്റ് പറയാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങളുടെ ഗ്രീൻലാൻഡ് ഉണ്ടല്ലോ, അത് ഡെൻമാർക്കിനോടും യൂറോപ്പിനോടും ആണ് പുടിൻ പറയുന്നത്. ഒപ്പം പ്രസിഡന്റ് ട്രംപിനോടും കൂടിയാണേ. നമ്മളിപ്പോ അലാസ്കയുടെ വില വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ വലുതാണ് ഗ്രീൻലാൻഡ്, ഒരു അല്പം വലുതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു 200-250 മില്യൺ വരെയൊക്കെ കൊടുക്കാം. അങ്ങേയറ്റം പോയാൽ $1 ബില്യൺ, അതിന് കച്ചവടം ഉറപ്പിക്കാം. അതൊരു നല്ല ഡീലാണ്. അമേരിക്ക വിചാരിച്ച കൊടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടുമാണ്. അപ്പോൾ ഇത് ട്രംപിനോട് ഇത് പറയുമ്പോൾ ശരിക്കും ട്രംപിനെ മനസ്സിലാക്കിയിട്ടാണ് പുടിൻ ഈ കളി കളിക്കുന്നത്. പുടിൻ ഉണ്ടല്ലോ, മൂപ്പര് വേറെ ലെവൽ മനുഷ്യനാണ്. എന്ന് വെച്ചാൽ പുള്ളിക്ക് എങ്ങനെ എവിടെ ട്വിസ്റ്റ് ചെയ്യണം, എന്ത് കളിക്കണമെന്ന് നന്നായിട്ട് അറിയാം. പുടിൻ അമേരിക്കയെ കുറിച്ച് ഒരക്ഷരം പറയത്തില്ല. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ട്രംപിനെ കുറിച്ച് ഒരക്ഷരം പറയത്തില്ല. ഈ നരേന്ദ്രമോദി എടുക്കുന്നതിന്റെ വേറൊരു സ്ട്രാറ്റജിയാണ് പുടിൻ എടുക്കുന്നത്. മോദി എന്താണ് ചെയ്യുന്നത്? ട്രംപ് എത്രയൊക്കെ പ്രൊവോക്ക് ചെയ്താലും മിണ്ടത്തില്ല. കാരണം മോദിക്കും അറിയാം ട്രംപ് ഒരു മണ്ടനാണ്. ഇത് പറയുന്നതുകൊണ്ട് ആർക്കും ഒന്നും തോന്നരുത്, ഒരു സത്യമാണ്. എന്ന് വെച്ചാൽ ആരെങ്കിലും ഒന്ന് പുകഴ്ത്തി കഴിഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിന്റെ ഒരു വലിയ തെളിവ് എന്താണെന്നറിയോ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഈ ട്രംപിനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് നോബൽ സമ്മാനത്തിന് ട്രംപിന്റെ പേര് നിർദ്ദേശിച്ച ഒരു രംഗം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രംപ് ഭയങ്കര മഹാനാണ്, അങ്ങ് കാരണം എത്ര യുദ്ധങ്ങളാണ് നിന്നത്, മില്യൺ കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ പാകിസ്ഥാനും മനസ്സിലാക്കിയിട്ടുണ്ട് ട്രംപിന്റെ വീക്ക്നെസ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞ ശേഷം ട്രംപ് തിരിച്ച് വീണ്ടും മൈക്കിന്റെ മുന്നിൽ വന്നിരുന്ന്, എനിക്ക് ഭയങ്കര സന്തോഷമായി, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നെ കുറിച്ച്, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്ന് ട്രംപ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ പുള്ളിയെ ഇങ്ങനെ പൊക്കി പറയുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് അങ്ങ് കോൾമയർ കൊള്ളുന്ന ഒരു മനുഷ്യനാണ് ഈ ട്രംപ്. ഇത് നരേന്ദ്രമോദി വളരെ മുമ്പേ തന്നെ പയറ്റിയിട്ട് ഒഴിവാക്കി കളഞ്ഞ കേസാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഹൗഡി മോഡിയും ട്രംപും നരേന്ദ്രമോദിയും കൂടെ കൈ കോർത്ത് പിടിച്ച് അമേരിക്കയിൽ നടന്ന് വലിയ പ്രചാരണം നടത്തിയതും അതിനുശേഷം ട്രംപ് ഇന്ത്യയിൽ വന്നിട്ട് വലിയ പ്രചാരണം നടത്തിയതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. എന്ന് വെച്ചാൽ ട്രംപിനെ അങ്ങോട്ട് പുകഴ്ത്തി പറഞ്ഞും ട്രംപിനെ ഒന്ന് സുഖിപ്പിച്ചുമൊക്കെ ഇന്ത്യ ഒരുപാട് കാര്യങ്ങൾ പുള്ളിയുടെ ഫസ്റ്റ് ടേമിൽ നേടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് S-400 വാങ്ങിയപ്പോൾ
ഇന്ത്യയുടെ മേൽ ഉപരോധം ഏർപ്പെടുത്താനിരുന്ന അമേരിക്കയെ കൊണ്ട് നൈസായിട്ട് ഇന്ത്യ ഉപരോധമൊന്നും ഇല്ല എന്ന് വരെ ചെയ്യിപ്പിച്ചു. മാത്രമല്ല ചാബഹാർ പോർട്ടിന്റെ കേസിൽ ഇന്ത്യക്ക് ഇളവ് തന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇന്ത്യയുമായിട്ട് ആയുധ കച്ചവടങ്ങൾ നടത്തി. ഇന്ത്യ US റിലേഷനെ ഭയങ്കരമായിട്ട് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയ ഒരു ടൈമാണ് ട്രംപിന്റെ ഫസ്റ്റ് ടൈം. അപ്പൊ ട്രംപിനെ നന്നായിട്ട് മനസ്സിലാക്കി ഉപയോഗിച്ച ആളാണ് മോദി. ഇന്ന് നരേന്ദ്രമോദി മിണ്ടാതിരിക്കുന്നുവെങ്കിൽ മാക്സിമം ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപേക്ഷിച്ച ഒരു വസ്തുവിനെ തിരിഞ്ഞു നോക്കാത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് ട്രംപിനെ കൊണ്ട് മാക്സിമം നരേന്ദ്രമോദി നേടാവുന്നതൊക്കെ ആദ്യ ടേമിൽ തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ട് നേടിയിട്ടുണ്ട്. സോ അതിനുശേഷം വന്ന ബൈഡനുമായിട്ട് കുറെ കൂടെ ബെറ്റർ റിലേഷൻ ബിൽഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ട്രംപിനെ കൊണ്ട് ഇനി പ്രത്യേകിച്ചൊന്നും അങ്ങനെ സന്തോഷിപ്പിച്ച് നേടാൻ ഇന്ത്യക്ക് ഇല്ല. ഇന്നിപ്പോ പാകിസ്ഥാൻ നമ്മൾ ഉപേക്ഷിച്ച സാധനത്തിനെയാണ് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇപ്പോഴും ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ സ്ട്രാറ്റജി നോക്കിയാൽ മതി. ഇന്ത്യ ട്രംപ് എത്രയൊക്കെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും മോദി ഒന്നും പറയില്ല. മോദി ട്രംപിനെ തിരിച്ചു പ്രൊവോക്ക് ചെയ്യില്ല. അത് ഇന്ത്യയുടെ ഒരു തന്ത്രമാണ്. കാരണം ട്രംപ് എന്താണെന്ന് ഇവർക്ക് അറിയാം. ഇവിടെ പുടിൻ എന്തുകൊണ്ട് ട്രംപിനെ ഒന്നും പറയുന്നില്ല? ഷീ ജിൻപിങ് എന്തുകൊണ്ട് ട്രംപിന്റെ പേരെടുത്ത് പറയുന്നില്ല? ബുദ്ധിയുള്ള നേതാക്കൾക്ക് കാര്യം അറിയാം എന്താണ് ട്രംപ് എന്ന്. ഇവര് ട്രംപിനെ പ്രൊവോക്ക് ചെയ്യില്ല. കാരണം ട്രംപിനെ ഒന്ന് പിരികേറ്റി വിട്ട, ട്വിസ്റ്റ് ചെയ്ത് വിട്ട പലതും നടക്കും. കാരണം അമേരിക്കയെ തകർക്കാനായിട്ട് സത്യത്തിൽ ഇന്ത്യ ഒന്നും ചെയ്യണ്ട, പുടിൻ ഒന്നും ചെയ്യണ്ട, അല്ലെങ്കിൽ ചൈന ഒന്നും ചെയ്യണ്ട. കാരണം അത് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശത്രു സ്വയം അയാൾ തകർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ തടയരുത്, തിരുത്തരുത്, ഉപദേശിക്കരുത്. ആയിക്കോട്ടെ, പ്രോത്സാഹിപ്പിച്ചാൽ മതി. നമ്മുടെ ശത്രു വണ്ടി ഓടിച്ചുകൊണ്ട് പോണത് ഒരു കൊടും കൊക്കയിലോട്ടാണ്. അപ്പൊ നമ്മൾ അയാളെ പ്രോത്സാഹിപ്പിച്ചങ്ങ് വിട്ടാൽ മതി. മോനെ നീ പൊയ്ക്കോ, നേരെ പോയി അതിലേത്തോട്ട് വീണോ. നമ്മൾ അയാൾ അയ്യോ ഓടരുത് എന്ന് പറഞ്ഞ് തടയാൻ പോകരുത്. കാരണം അവൻ അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നമ്മളോടുള്ള ശത്രുത മൂത്ത് നിൽക്കുകയാണ്. അപ്പൊ അവന് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവൻ സ്വയം തന്നെ കുഴി പോയി വീണോളും. ഇവിടെ അമേരിക്കയുടെ കേസിൽ അതാണ്. ഇന്നലെ പുടിൻ ചെയ്ത പരിപാടി എന്താണ്? ട്രംപിന് വിലയും കൂടെ പറഞ്ഞു കൊടുത്തു. എന്ന് വെച്ചാൽ മാക്സിമം $1 ബില്യൺ കൊടുത്താൽ മതി, അതിൽ കൂടുതൽ അതില്ല. സ്ഥലക്കച്ചവടത്തിന് വേണ്ടിയിട്ട് ട്രംപിന് ഉപദേശം കൊടുത്ത പോലെയാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അമേരിക്ക അത് വാങ്ങിച്ചോട്ടെ. ഡെൻമാർക്ക് ഇത് അനധികൃതമായിട്ടാണ് ശരിക്കും കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഡെൻമാർക്കിന് അതിലൊരു അവകാശവും ഇല്ല. അത് അമേരിക്ക എടുത്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. മാത്രമല്ല 1-2 കാര്യം കൂടി പറയുന്നുണ്ട്. ട്രംപിന് ഓർമ്മയില്ലെങ്കിൽ പുടിൻ ഓർമ്മിപ്പിച്ചതാണ് 1917 വിർജിൻ ഐലൻഡ്സിന്റെ കരാറ്. സോ അങ്ങനെ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ട്. അപ്പൊ ട്രംപ് ഇത് വില പറഞ്ഞ് വാങ്ങണം. യൂറോപ്പും അമേരിക്കയും തമ്മിൽ ഈ ഗ്രീൻലാൻഡിന്റെ പേരിൽ ഉടക്കണം. ട്രംപ് ഒരു കാരണവശാലും ഈ ഒരു ഗ്രീൻലാൻഡിന് മേലുള്ള അവകാശവാദത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. അയാൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. അപ്പൊ ഇവിടെ ഈ ഇടയ്ക്ക് ട്രംപ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, പുടിൻ എന്നെ റെസ്പെക്ട് ചെയ്യാറുണ്ട്, അദ്ദേഹം എന്നെ മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ ഷി ജിൻപിങ് എന്നെ റെസ്പെക്ട് ചെയ്യാറുണ്ട്, അദ്ദേഹം എന്നെ മിസ്റ്റർ പ്രസിഡന്റ് എന്നാണ് വിളിക്കുന്നത്. സോ പുള്ളിയെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ആൾക്കാരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ ഇവിടെ പുടിനും ഷി ജിൻപിങ്ങും ഒക്കെ എന്താ ചെയ്യുന്നത്? അത് മാക്സിമം അങ്ങോട്ട് മുതലെടുക്കുകയാണ്. ട്രംപ് ആണെങ്കിൽ ഇതെന്തോ വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് അതിലങ്ങ് കോൾമയർ കൊണ്ടങ്ങ് നടക്കുകയാണ്. അപ്പൊ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ യൂറോപ്പിനെ അമേരിക്കയും തമ്മിൽ തെറ്റിക്കാനുള്ള കളിയാണ് റഷ്യ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റഷ്യയുടെ പ്രധാന എതിരാളി ഇപ്പോൾ അമേരിക്ക അല്ല, ഇപ്പൊ യൂറോപ്പാണ്. മാത്രമല്ല നാറ്റോ തകർക്കണമെന്നാണ് പുടിന്റെ ലക്ഷ്യം. ഈ പല യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ടല്ലോ, അതായത് പണ്ട് സോവിയറ്റിന്റെ ഭാഗമായിരുന്ന പിന്നീട് നാറ്റോയുടെ ഭാഗമായ രാജ്യങ്ങളുണ്ട്. പിന്നെ ഈ പോളണ്ട് പോലുള്ള രാജ്യങ്ങളൊക്കെ പുടിന്റെ നമ്പർ 1 ശത്രുക്കളാണ്. അപ്പോൾ പുടിൻ റഷ്യ എക്സ്പാൻഡ് ചെയ്ത് റഷ്യയുടെ വിസ്തൃതി കൂട്ടണമെന്ന ആഗ്രഹം പുടിനുണ്ട്. അങ്ങനെ നിൽക്കുന്ന പുടിന് ശരിക്കും ട്രംപ് ഒരു അനുഗ്രഹമല്ലേ? റഷ്യക്ക് എന്താണ് വേണ്ടത്? ഉക്രൈൻ വേണം, പറ്റുമെങ്കിൽ പോളണ്ട് പിടിക്കണം. മുൻപ് സോവിയറ്റിന്റെ ഭാഗമായിരുന്ന പല പ്രദേശങ്ങളെയും പിടിച്ച് വീണ്ടും റഷ്യ വലുതാക്കണം. അമേരിക്കയ്ക്ക് എന്താണ് വേണ്ടത്? ഗ്രീൻലാൻഡ് വേണം. അപ്പോ പുടിന് വേണ്ടതും യൂറോപ്പിന്റെ ഭാഗങ്ങൾ, അമേരിക്കയ്ക്ക് വേണ്ടതും യൂറോപ്പിന്റെ ഭാഗങ്ങൾ. നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പുടിൻ അമേരിക്കയെ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, ട്രംപിനെ എന്തുകൊണ്ട് ഇളക്കി വിടുന്നു. ഇവിടെ വില വരെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, എത്ര രൂപയ്ക്ക് കച്ചവടം നടത്താമെന്ന് വരെ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ശരിക്കും ഇത് പുടിന്റെ ഒരു ലോങ് ടേം പദ്ധതിയുടെ ഭാഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് മറ്റേ ഏജന്റ് ആ ഒരു സാധനം നമ്മൾ സംശയിക്കേണ്ടത്. ഈ ട്രംപ് വന്നതിന് ശേഷം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉണ്ടല്ലോ, അത് അമേരിക്കയ്ക്കാണോ ഗുണം അതോ റഷ്യക്കാണോ ഗുണം? ട്രംപ് വരുന്നതിന് മുന്നേ വരെ റഷ്യ അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു, മര്യാദകൾ ലംഘിച്ചു, യുക്രൈനെ ആക്രമിച്ചതിലൂടെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് വെനസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് കടന്നേറി അവരുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കാനഡയെ 51ാമത്തെ സ്റ്റേറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗ്രീൻലാൻഡിന് മേൽ അവകാശവാദം ഉന്നയിച്ചു, പിടിച്ചെടുക്കാൻ മടിക്കില്ല എന്ന് പറഞ്ഞു, യൂറോപ്പുമായിട്ടുള്ള ബന്ധം തെറ്റി. ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തിക്കൊണ്ട് നല്ല ഹെൽത്തി റിലേഷൻ ആയിരുന്നു ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നത്, അതില്ലാതെയാക്കി. ഇതിലൂടെ ഇന്ത്യയും ചൈനയും റഷ്യയും ഒക്കെ വീണ്ടും കൂടുതൽ അടുക്കുന്നതിന് കാരണമായി. ഇന്ത്യയും ചൈനയും റഷ്യയും ഇപ്പോൾ കൂടുതൽ അടുത്തിട്ടുണ്ട്. ബ്രിക്സ് കൂടുതൽ ശക്തമായി ട്രംപ് കാരണം.
അതുപോലെ തന്നെ ട്രംപിന്റെ പല പ്രവൃത്തികളും ഡോളർ ദുർബലപ്പെടുന്നതിനാണ് കാരണമായിക്കൊണ്ടിരിക്കുന്നത്. രാജ്യങ്ങൾ മറ്റ് കറൻസിയിലേക്ക് മാറുന്നതിലേക്ക് ചിന്തിക്കുന്നു. അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിട്ടുണ്ട്. മൾട്ടിപോളാർ വേൾഡിന്റെ ആവശ്യം എന്താണെന്ന് ലോകരാജ്യങ്ങൾക്ക് ട്രംപ് കാണിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഓരോ പ്രവൃത്തികൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഗുണത്തേക്കാൾ ഏറെ അത് ദോഷമാണ്. അതേസമയത്ത് മൾട്ടിപോളാർ വേൾഡിനും റഷ്യയ്ക്കും വിശേഷിച്ചത് ഗുണമാണ്. കാരണം നാളെ ഇനി ആർക്കും യുക്രൈനെ റഷ്യ ആക്രമിച്ചത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതേ തെറ്റിപ്പോൾ ട്രംപും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നാളെ ഇനിയിപ്പോൾ തായ്വാനെ ചൈന പിടിച്ചെടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് അമേരിക്കയ്ക്ക് പറയാൻ പറ്റില്ല. കാരണം അതേ തെറ്റ് അമേരിക്കയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വിധത്തിൽ ശരിക്കും ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു പരിധിവരെ ഇന്ത്യക്കും ഗുണമാണ്. ബ്ലൂംബർഗ് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ട്രംപിന്റെ ഓരോ പ്രവൃത്തികളെയും ഇന്ത്യ അവസരങ്ങളാക്കി മാറ്റുന്നു എന്നും. സോ ആ കാര്യങ്ങൾ സത്യമാണ്. അങ്ങനെ അവിടെയാണ് എനിക്കൊരു ഡൗട്ട് വീണ്ടും വരുന്നത്. മൂപ്പര് പണ്ട് സോവിയറ്റിന്റെ ഏജന്റ് ആയിരുന്നോ ഇനി ശരിക്കും? പുടിൻ തന്നെയാണോ ഇനി മൂപ്പരുടെ ബോസ്? ഒരു തവണ ഏതെങ്കിലും ഒരു ചാര സംഘടനയുടെ പ്രവർത്തനമായി മാറിയിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ചാരം തന്നെയാണ്. ഏത് വേഷത്തിൽ വന്നാലും, അതിനിപ്പോൾ പ്രസിഡന്റ് ആയാലും പ്രധാനമന്ത്രി ആയാലും ആരായാലും, അയാൾ ഒരിക്കൽ ചാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തീർച്ചയായിട്ടും പിൽക്കാലത്തും അയാൾക്ക് കമ്മിറ്റ്മെന്റ്സ് നിലനിൽക്കും. ലൈഫ് ലോങ് അത് നിലനിൽക്കും. പ്രത്യേകിച്ച് സോവിയറ്റിന്റെ ഒക്കെ ചാരനായിരുന്നെങ്കിൽ. സോ പറയാൻ പറ്റില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.